മനസ്സിലാവാൻ വേണ്ടി അദ്ദേഹം നാരദ ഭക്തിസൂത്രങ്ങൾ രചിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഭക്തിസൂത്രത്തിൽ നാരദ മഹർഷി പറയുന്നുണ്ട്, എന്താണ് ഭക്തി എന്ന് ഒരു ശാസ്ത്രം പറയുമ്പോൾ ആദ്യം ആ പദത്തെ നിർവചിക്കണം. സാത്വസ്മിൻ പരമപ്രേമരൂപ എന്നാണ് നാരദ മഹർഷി അതിന് കൊടുക്കുന്ന ഒരു നിർവചനം. എന്താണ് ഭക്തി ചോദിച്ചാൽ ഭഗവാനോട് തോന്നുന്ന ഒരു പരമമായ പ്രേമത്തെയാണ് ഭക്തി എന്ന് പറയുന്നത്. അങ്ങനെ ആ ഭക്തിയാണ് നമ്മൾ ജീവിതത്തിൽ നേടേണ്ടത്. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൽ നാരദ മഹർഷി പറഞ്ഞിരിക്കുന്ന പുരഞ്ജനോപാഖ്യാനം എന്ന് പറയുന്ന ഒരു കഥ അനേകം അധ്യായങ്ങളിലായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. നാരദ മഹർഷി ഈ കഥ പ്രാചീന ബരിഹിസ് എന്നു പേരായ ഒരു രാജാവിനാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആ രാജാവ് അനേകം യാഗങ്ങൾ ചെയ്തിരുന്നു. അങ്ങനെ യാഗങ്ങളൊക്കെ ചെയ്ത് സ്വർഗത്തിൽ പോവാം എന്നൊക്കെ മോഹിച്ചിരുന്ന ആ രാജാവിനോട് നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വാസ്തവത്തിൽ ഈ യാഗാദികളൊന്നും ചെയ്തിട്ട് സ്വർഗത്തിലേക്കല്ല പോകുന്നത്, അങ്ങ് ഒരു പക്ഷേ നരകത്തിലായിരിക്കും പോകുന്നത്. അപ്പോൾ രാജാവിന് ഭയമായി. അങ്ങനെ രാജാവിനെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് പുരഞ്ജനോപാഖ്യാനം എന്ന കഥ ആര് പറയണത്? നാരദ മഹർഷി പറഞ്ഞു കൊടുക്കണം. ഇവിടെ ആ കഥ പറയുന്ന സമയത്ത് തന്നെ പറയും, തസ്മിൻ മഹൻ മുഖരിത മധുബിച്ചരിത്ര പീയൂഷശേഷസരിത പരിതസ്രവന്തി തായേ പിബന്ധ്യവിദൃശോ നൃപ ഗാഠകർണൈസ്താണ്ണ സ്പൃശന്ത്യശനദൃഢയശോകമോഹ. സാധാരണ മനുഷ്യരെയൊക്കെ വിഷമിപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണ്? ഒന്ന്, അശന ദൃഢഭയശോകമോഹ. അശനം എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുക. എന്തൊരു വിശപ്പാണ് നമുക്ക്, അല്ലേ? ഇപ്പം നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു വിഷയമാണ് നമ്മുടെ വിശപ്പ്. തൃട്ട് എന്ന് പറഞ്ഞാൽ ദാഹം. അപ്പോൾ മനുഷ്യർക്ക് വിശപ്പുണ്ടാകുന്നു, ദാഹമുണ്ടാകുന്നു, ഭയമുണ്ടാകുന്നു, ശോകമുണ്ടാകുന്നു, മോഹമുണ്ടാകുന്നു. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വല്ല വഴിയുണ്ടോ എന്നാണ് ചോദ്യം. ഇതൊന്നും ഇല്ലാണ്ടിരിക്കാൻ കുടിച്ചാൽ മതി എന്ന് പറയണം. കേട്ടിട്ട് തെറ്റിദ്ധരിക്കരുതേ. പിബന്ധ്യ വിദൃശോ, എന്താ പിബന്തി പറഞ്ഞാൽ കുടിക്കുന്നു എന്നർത്ഥം. എന്താ കുടിക്കുന്നത്? അത് ഭഗവാന്റെ കഥകളാണ്. തസ്മിൻ മഹൻ മുഖരിത മധുബിച്ചരിത്ര പീയൂഷ ശേഷസരിത. മധുബിത്തായിരിക്കുന്ന ഈ ഭഗവാന്റെ കഥകൾ ആണ് നമ്മൾ കുടിക്കേണ്ടത്. എന്തുകൊണ്ട് കുടിക്കണം? ഗാഠകർണൈഹി. ഗാഠമായിരിക്കുന്ന കർണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളുടെ ശ്രദ്ധയുള്ള ചെവികളെ കൊണ്ട്. അപ്പോൾ സപ്താഹത്തിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് വേണ്ടത് ഗാഠകർണങ്ങളാണ്. വളരെ ശ്രദ്ധയോടെ ഓരോ പദവും മള്ളിയും പുള്ളിയും വിസർഗവും ഒക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ ഭാഗവതം കേൾക്കാൻ. പരീക്ഷിത്ത് അങ്ങനെയാണ് കേട്ടത്. അങ്ങനെ ആരാണോ പരീക്ഷിത്ത് കേട്ടതുപോലെ ഭാഗവതം 7 ദിവസം ഇരുന്ന് കേൾക്കുന്നത്, അവർക്ക് വിശപ്പുണ്ടാവില്ല, ദാഹമുണ്ടാവില്ല, ഭയമുണ്ടാവില്ല, ശോകമുണ്ടാവില്ല, മോഹാദികളൊന്നും അവരെ ബാധിക്കുകയില്ല. ഇത്രയേറെ മഹിമയുണ്ട് ഈ ഭാഗവത സപ്താഹത്തിന് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതാണ്. അപ്പോൾ ഈ ഭാഗവതം നന്നായിട്ടറിയുന്ന ആളാണ് ആര്? നാരദ മഹർഷി. അപ്പോൾ നാരദ മഹർഷി ഓരോ ജീവൻ്റെയും കഥയാണ് പുരഞ്ജനോപാഖ്യാനമായിട്ട് പറയേണ്ടത്. ആ കഥ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും അതൊരു രാജാവിൻ്റെ കഥയാണ്. ആ കഥയിൽ പറയേണ്ട രാജാവ് വിവാഹം കഴിച്ചു, പിന്നെ അതിൽ കുറേ കുട്ടികളുണ്ടായി, കുട്ടികളുടെ വിവാഹം നടന്നു, ചിലരുടെ വിവാഹം നടന്നിട്ടില്ല. രാജാവ് നായാട്ടിന് പോയി. രാജാവ് ഒരിക്കൽ രണ്ടാമത് അദ്ദേഹത്തിന് കല്യാണം കഴിക്കേണ്ടി വന്നു. കാലകന്യ എന്നാണ് ആ സ്ത്രീയുടെ പേര്. കാലകന്യ വീട്ടിലേക്ക് കയറിയതോടുകൂടി അദ്ദേഹത്തിന് കാലക്കേട് തുടങ്ങി. പിന്നെ അദ്ദേഹം നിർമ്മിച്ചിരുന്ന വലിയ കൊട്ടാരമൊക്കെ പല പല ഭാഗത്തും പൊളിഞ്ഞു പോകാൻ തുടങ്ങി. വലിയൊരു കൊട്ടാരത്തിൽ അദ്ദേഹം താമസിച്ചിരുന്നു. പിന്നെ ആ കൊട്ടാരത്തെ പാലിച്ചു കൊണ്ടിരുന്ന 5 തലയുള്ള ഒരു പാമ്പുണ്ടായിരുന്നു. ആ പാമ്പ് ഏതോ വഴിക്ക് ഓടിപ്പോയി. രാജാവിനെ ശത്രുക്കൾ വന്ന് പിടിച്ചു. ആ സമയത്ത് രാജാവ് തൻ്റെ ആദ്യത്തെ ഭാര്യയെ വിചാരിച്ചുകൊണ്ട് മരിച്ചു. അതുകൊണ്ട് അദ്ദേഹം രണ്ടാമത്തെ ജന്മത്തിൽ ഒരു സ്ത്രീയായിട്ട് ജനിച്ചു. വൈദർഭി എന്നായിരുന്നു പേര്. ആ വൈദർഭിയെ മലയധ്വജൻ വിവാഹം കഴിച്ചു. അതിലൊരു പെൺകുട്ടി ഉണ്ടായി. അവളുടെ പേര് അസിതേക്ഷണ എന്നായിരുന്നു. ഈ വൈദർഭി കാട്ടിൽ വാനപ്രസ്ഥാശ്രമം സ്വീകരിച്ചിരിക്കുമ്പോൾ ഭർത്താവ് മരിച്ചതായിട്ടറിഞ്ഞ് ആ ഭർത്താവിൻ്റെ ശരീരത്തിൻ്റെ അടുത്തിരുന്ന് കരയുമ്പോഴാണ് ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറഞ്ഞു, എന്നെ മനസ്സിലായോ ചോദിച്ചു. മനസ്സിലായില്ല എന്ന് പറഞ്ഞപ്പോഴാണ് 2 പേരും കൂടി പിന്നീട് തിരിച്ചറിയുന്നത്. അത് എന്ത് തിരിച്ചറിവായിരുന്നു? ശരിക്കും പറഞ്ഞാൽ അത് നമ്മളുടെ കഥയാണ് ഈ പറയണം.
നമ്മളുടെ കഥയാണ് ഇവിടെ ഇങ്ങനെ ഒരു വൈദർഭിയുടെ കഥയായിട്ടും അതുപോലെ പുരഞ്ജനൻ്റെ കഥയായിട്ടൊക്കെ വർണ്ണിച്ചത് വാസ്തവത്തിൽ നമ്മളുടെ കഥയാണ്. പുരഞ്ജനൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളുടെ ശരീരം അല്ലേ? നമ്മളുടെ ശരീരമാണ് ഇവിടെ പുരം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ജീവൻ ശരീരത്തിൽ കയറിയിരിക്കുന്നു. അത് പക്ഷികളായിട്ടും മൃഗങ്ങളായിട്ടും വൃക്ഷങ്ങളായിട്ടും കീടങ്ങളായിട്ടും കൃമികളായിട്ടും ഒക്കെ അങ്ങനെ പല പല ജന്മങ്ങളെടുക്കുകയാണ്. ഓരോരോ ശരീരമാണ്, ഓരോരോ ജീവിയുടെ ശരീരമാണ് ഓരോരോ കൊട്ടാരമായിട്ട് വർണ്ണിക്കുന്നത്. അവസാനം മനുഷ്യ ശരീരം കിട്ടുന്നു. അതാണ് ഹിമാലയത്തിൽ വെച്ചിട്ട് കല്യാണം കഴിച്ചു എന്നൊക്കെ കഥയിൽ പറയുന്നത്. ജീവന് ഈശ്വര കൃപ കൊണ്ട് അവസാനം ഒരു മനുഷ്യ ശരീരം കിട്ടി. അതിനെ നവമുഖി എന്നൊക്കെ വിശേഷിപ്പിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ശരീരത്തിലുള്ള ഈ കഴിവുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുക. ശരീരം ഒരു ഉപകരണമാണ് അല്പസാക്ഷാത്കാരത്തിനുള്ള. അതാണ് അവിടെ ഒരു പാമ്പുണ്ടായിരുന്നു എന്നൊക്കെ പറയേണ്ട കഥയിൽ. ആ പാമ്പ് വാസ്തവത്തിൽ നമ്മുടെ ഉള്ളിലുള്ള പഞ്ചപ്രാണങ്ങളാണ്. പ്രാണൻ, അപാനൻ, വ്യാനൻ, ഉദാനൻ, സമാനൻ, ഇങ്ങനെ 5 പ്രാണങ്ങളാണ്. ഈ 5 പ്രാണങ്ങൾക്ക് ഓരോരോ ധർമ്മങ്ങളാണ് ചെയ്യാനുള്ളത്. ആ ധർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് 24 മണിക്കൂർ നമ്മളുടെ ശരീരം അങ്ങനെ ഭംഗിയായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ഈ ജീവൻ്റെ കഥയാണ് വാസ്തവത്തിൽ പുരഞ്ജനോപാഖ്യാനം. പിന്നെ കാലകന്യ വന്ന് 2ാമത് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ എന്താ? അത് ശരിക്കും പറഞ്ഞാൽ ജരാനരകളാണ്. ചെറുപ്പകാലത്തൊക്കെ നമ്മളെ കാണാൻ അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടാവും. പ്രായം കുറേ ആയാൽ തലമുടിയുടെ നിറമൊക്കെ മാറും, ശരീരമൊക്കെ ചുക്കിച്ചുളിയും, അങ്ങനെ വയ്യാതെയാവും. അതിനാണ് ശരിക്കും ജരാനരകളൊക്കെ വന്നതിനാണ് കാലകന്യ വന്ന് പിടിച്ചു എന്ന് പറഞ്ഞത്. പിന്നെ അവസാനം ഈ ഭാര്യയെ വിചാരിച്ചു മരിച്ചു. എന്ത് വിചാരിച്ചു മരിക്കുന്നു അതായിട്ട് ജനിക്കുന്നു പറയും. അങ്ങനെ സഞ്ചരിക്കുന്ന പല പല ശരീരങ്ങളെടുത്ത് സഞ്ചരിക്കുന്ന ആ ജീവൻ്റെ കഥയാണ് നാരദ മഹർഷി പറഞ്ഞ പുരഞ്ജനോപാഖ്യാനം കഥ. പിന്നീട് ആ 2ാമത്തെ ജന്മത്തിൽ അവസാനം ഒരാൾ വന്നു. എന്നിട്ട് അവിടെ വെച്ച് തത്വോപദേശം ചെയ്തു. 2 അരയന്നങ്ങളായിട്ട് പറന്നുപോയി എന്നൊക്കെയാണ് കഥ. അത് വാസ്തവത്തിൽ നമ്മളുടെ ഉള്ളിലുള്ള ആ ശരിയായ ജ്ഞാനം നമുക്ക് കിട്ടി എന്നുള്ള കഥയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ പരമാത്മാവിനെ നമുക്കറിയാൻ പറ്റുന്നില്ല. അപ്പോൾ ജീവാത്മാവ് എന്ത് ചെയ്യണം? പരമാത്മാവിനോട് ചേരുകയാണ് വേണ്ടത്. അപ്പോൾ അതാണ് അവസാനം 2 അരയന്നങ്ങളായിട്ടത് പറന്നുപോയി എന്നൊക്കെ കഥയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾക്ക് ഭക്തി ഉണ്ടാവാൻ തടസ്സം എന്താ? കഥ എവിടെ ഇരിക്കട്ടെ, നമുക്ക് ഭക്തി ഉണ്ടാവാൻ തടസ്സം എന്താ? നമ്മളുടെ ഈ ഇന്ദ്രിയങ്ങളാണ് നമുക്ക് ഭക്തി ഉണ്ടാവാൻ പലപ്പോഴും തടസ്സമായിരിക്കുന്നത് എന്ന് നാരദ മഹർഷി പറയുന്നു. നാരദ മഹർഷി ചെറിയൊരു കഥ പറയുന്നുണ്ട്. ക്ഷുദ്രം ചരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം അഗ്രേ വൃക്കാൻ അസുതൃപോവിഗണയ്യ യാന്തം പൃഷ്ഠേ മൃഗം മൃഗയ ലുബ്ധകബാണഭിന്നം. മനോഹരമായൊരു കഥയാണ് ആ ശ്ലോകത്തിൽ പറയേണ്ടത്. ഇത് വാസ്തവത്തിൽ നമ്മളുടെ കഥയാണ്, മാനിൻ്റെ കഥയാണ്. ഈ മാൻ എന്താ ചെയ്യുന്നത്? മാനിങ്ങനെ സഞ്ചരിക്കുകയാണ്. നല്ല നല്ല എന്തെങ്കിലുമൊക്കെ ആഹാര പദാർത്ഥങ്ങളോ ഒക്കെ തേടി തേടി ആ മാനിങ്ങനെ സഞ്ചരിക്കുകയാണ്. ക്ഷുദ്രം ചരം സുമനസാം ശരണേ മിഥിത്വാ രക്തം ഷഡംഘ്രിഗണസാമസു ലുബ്ധകർണം. അങ്ങനെ ഈ മാന് തൻ്റെ കൂടെയുള്ള മാനിനോട് കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ എന്തറിയുന്നില്ല, അപ്പുറത്ത് ചില ചെന്നായ്ക്കളുള്ളത് അറിയുന്നില്ല. ചെന്നായ്ക്കൾ കുറ്റിക്കാട്ടിലിങ്ങനെ ഒളിച്ചിരിക്കുകയാണ്. ശ്രദ്ധിച്ച് കേട്ടോളൂ. ചെന്നായ്ക്കൾ എന്ത് ചെയ്യുന്നു? വൃക്കം എന്ന് വെച്ചാൽ ചെന്നായിയാണ്. കുറ്റിക്കാട്ടിലിങ്ങനെ പതുങ്ങിയിരിക്കുകയാണ്. ചെന്നായ പച്ചയ്ക്ക് പിടിച്ചു തിന്നും. ആ മാനിനെ തിന്നാൻ വേണ്ടി നിൽക്കുക. മറുഭാഗത്ത് ആരുണ്ട്? ലുബ്ധകൻ. ഒരു ലുബ്ധകൻ എന്ന് വെച്ചാൽ ഒരു വേടൻ നിൽക്കുകയാണ്. ആ വേടൻ്റെ കയ്യിൽ അമ്പും വില്ലൊക്കെ ഉണ്ട്. അയാളിങ്ങനെ മാൻ അനങ്ങാതെ നിൽക്കണ്ടേ? അനങ്ങാതെ നിൽക്കുമ്പം വേണം ആ മാനിനെ അമ്പ ചെയ്ത് പിടിക്കാൻ എന്ന് കരുതി ആ അമ്പെയ്ത്തുകാരൻ അവിടെ അങ്ങനെ ഉന്നം പിടിച്ചു നിൽക്കുമ്പോൾ ആ വേടൻ്റെ അമ്പ് കൊള്ളുന്ന ആ മാനിൻ്റെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഒന്ന് ആലോചിച്ചാൽ മതി. നമുക്ക് തത്വങ്ങളൊക്കെ മനസ്സിലാവാൻ വേണ്ടി പുരാണങ്ങളിലൊക്കെ നിരവധി ഇതുപോലുള്ള കഥകൾ കാണും. വാസ്തവത്തിൽ ഈ മാന് നമ്മളാണ്. എന്താ? ക്ഷുദ്രം ചരം. എന്താ ഈ ക്ഷുദ്രം എന്ന് പറഞ്ഞാൽ? ക്ഷുദ്രം എന്ന വാക്കിൻ്റെ അർത്ഥം അതായത് എത്രയോ നിസ്സാരമായതിനെയാണ് ശരിക്കും സംസ്കൃതത്തിൽ എന്ത് പറയുക? ക്ഷുദ്രം എന്ന് പറയും. എത്രയോ എത്രയോ നിസ്സാരമായത്. ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ജീവിത സുഖങ്ങളും എത്രയോ എത്രയോ തുച്ഛമാണ്. ആ തുച്ഛമായ ജീവിത സുഖങ്ങളുടെ പിന്നാലെയാണ് മനുഷ്യൻ ഓടി നടക്കുന്നത്. അത് എത്ര നേരം കിട്ടും? എല്ലാ സുഖങ്ങളും നൈമിഷികമാണ്. ഒരു നിമിഷ നേരത്തെ സുഖത്തിന് വേണ്ടി മനുഷ്യൻ എന്തെല്ലാം ഓടി നടക്കണമല്ലേ? അപ്പോൾ നമ്മൾ അറിയുന്നില്ല, ചെന്നായ്ക്കളെ നമ്മൾ കാണുന്നില്ല. പച്ചയ്ക്ക് തിന്നാൻ വേണ്ടി കാത്തിരിക്കുന്ന ചെന്നായ്ക്കൾ
നമ്മളുടെ മുന്നിലുണ്ടെന്ന് തിരിച്ചറിയുക. അവർ കുറ്റിക്കാടുകളിൽ ഒളിച്ചിരിക്കുകയാണ്. ഏത് നിമിഷവും നമ്മളുടെ നേരെ അവ ചാടി വീഴാം. അതേസമയം പിന്നിലൊരാൾ അമ്പുമായിട്ട് നിൽക്കുക. അമ്പ് എടുക്കുന്ന ആൾ മുന്നിലാണ് നിൽക്കണമെന്ന് വെച്ചാൽ നമുക്ക് കാണാം അല്ലേ. മനുഷ്യൻ്റെ തലയുടെ പിന്നിൽ കണ്ണില്ലാത്തത് കൊണ്ട് പിന്നിൽ അമ്പുമായിട്ട് നിൽക്കുന്ന ആളെ നമ്മൾ കാണുന്നില്ല. ഒരാളുണ്ടല്ലേ പിന്നിൽ. ഞാനെവിടെയോ കഥ പറയുമ്പോൾ ആരൊക്കെയോ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. അല്ല, തിരുമേനി പറയും, തിരുമേനിക്ക് നോക്കിയാൽ കാണാമല്ലോ അയാളുടെ പിന്നിൽ ആരാളുള്ളത്. അവനവൻ്റെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുക എന്ന് പറഞ്ഞാൽ അതൊരു അങ്ങനെ പറഞ്ഞതല്ലത്. നമ്മളുടെ പിന്നിലൊരാൾ അമ്പും വില്ലുമായിട്ട് നിൽക്കുന്നത് ആരാ? ഒരമ്പ് കൊള്ളും ഒരു ദിവസം, അത് ഒരു തവണയേ കൊള്ളുള്ളൂ അല്ലേ. അത് ആ മരണസമയത്താണ് ആ അമ്പ് കൊള്ളുക. അമ്പ് കൊള്ളാത്തവരില്ല കുരുക്കളിൽ എന്നൊക്കെ പറഞ്ഞത് വെറുതെ അല്ല. കുരുക്കളിൽ എല്ലാവർക്കും അമ്പ് കൊണ്ടുപോകുന്നതാണല്ലേ. അതുപോലെ എല്ലാ മനുഷ്യർക്കും ഈ അമ്പ് കൊള്ളും, അത് കൊള്ളാത്തവനുണ്ടാവില്ല. അതാണ് മരണം. അപ്പോൾ അയാൾ നമ്മളെ പിന്നാലെ വന്ന് ഒരൊറ്റ അമ്പാണ്. ആ അമ്പങ്ങോട്ട് കൊള്ളുന്ന നിമിഷം ആ മാനെങ്ങനെയാണോ പെടഞ്ഞ് മരിക്കണത്, അതുപോലെ നമ്മളും ഈ ഭൂമിയോട് യാത്ര പറഞ്ഞു പോകേണ്ടി വരും. അതുകൊണ്ട് ആ സമയം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഈ നാരദ മഹർഷി പറയുന്നു, ഈ ആവശ്യമില്ലാതെ ഞാനെന്നും എൻ്റേതെന്നും വിചാരിച്ച് ഈ ലോകത്തിൽ ഇങ്ങനെ നടക്കരുത്. അതിന് പകരം എന്തു ചെയ്യണം? എപ്പോഴും ഭഗവാനെ തന്നെ ഭജിക്കണം എന്നാണ് നാരദ മഹർഷി പറയുന്നത്. അത് കേട്ട സമയത്ത് രാജാവ് എന്ത് ചെയ്തു? രാജാവ് തീരുമാനിച്ചു, തത്രൈകാഗ്രമനാവീരോ ഗോവിന്ദചരണാംബുജം വിമുക്തസംഗോ അനുഭജൻ ഭക്തിയാ തത്സാമ്യതാമജാൽ. ഗോവിന്ദചരണാംബുജം, ഗോവിന്ദനായിരിക്കുന്ന ഭഗവാന്റെ ചരണകമലങ്ങൾ നല്ലതുപോലെ ധ്യാനിച്ചുകൊണ്ടാണ് ആ രാജാവ് അവസാനം പിന്നീട് ജീവിച്ചത്. അങ്ങനെ അദ്ദേഹത്തിന് പരമപരത്തെ പ്രാപിക്കാൻ പറ്റി എന്നാണ് കഥ. അപ്പോൾ ഭക്തിയാണ് നമുക്ക് വേണ്ടത്. കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല എന്നാണ് ഈ കഥ സൂചിപ്പിക്കുന്നത്. ലോകത്തിലെ എല്ലാ മനുഷ്യരുടെയും കഥയാണ് പുരഞ്ജനോപാഖ്യാനം എന്നൊരു കഥയായിട്ട് ഭാഗവതത്തിൽ വർണ്ണിച്ചത്. ഇനി വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്രവണം കഴിഞ്ഞാൽ മനനം ചെയ്യണം എന്നാണ് പറയുക. ശ്രോതാക്കൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. നിരവധി വർഷങ്ങളായി ഈ കലഞ്ഞൂർ ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹം നടക്കാറുണ്ട്. ആചാര്യന്മാരൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. വൈകുന്നേരം വരെ ഒരു സന്ധ്യാവണ വരെയാണല്ലോ നമ്മൾ ഭാഗവതം വായിക്കുക. സന്ധ്യ ആയാൽ നിർത്തും. അത് കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയിട്ട് കുളിക്കുക. അങ്ങനെയൊക്കെ പതിവുണ്ടല്ലോ അല്ലേ? അതും പതിവില്ലേ? കുളിയൊക്കെ കഴിഞ്ഞ് രാത്രി നമ്മൾ എന്ത് ചെയ്യുക? വളരെ കുറച്ച് ആഹാരം കഴിക്കുക. നേരത്തെ ആഹാരം കഴിക്കുക. നേരത്തെ കഴിക്കണം, എത്ര നേരത്തെ ആഹാരം കഴിക്കണം. ആഹാരം കഴിഞ്ഞ് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ടേ കിടക്കാവും. അപ്പോൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം? അന്ന് കേട്ട ഭാഗവതത്തിലെ കഥകളൊക്കെ നല്ലതുപോലെ ഇരുന്ന് മനനം ചെയ്യണം. അപ്പോൾ ശ്രവണം വേണം, മനനം ചെയ്യണം. പലരും ഇത് ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ ചില ഭക്തന്മാർ വളരെ ശ്രദ്ധയോടെ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും? മനനം ചെയ്യും. മനനവും കഴിഞ്ഞ് പിന്നീട് നിധിധ്യാസനം വേണം. അതിനൊരു ധ്യാനതലത്തിലേക്ക് ഉയർത്തുക. ഇങ്ങനെ ശ്രവണം, മനനം, നിധിധ്യാസനം ഈ 3 കാര്യങ്ങളും വേണ്ടതുപോലെ ചെയ്യുമ്പോഴാണ് ഭാഗവത സപ്താഹത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആ ശരിയായ ഭാഗവത രസം എന്താണെന്ന് അറിയാൻ കഴിയുക. അപ്പോൾ ഈ കഥകളൊക്കെ നമുക്ക് നല്ലപോലെ മനനം ചെയ്യാനുള്ള കഥയാണ് പുരഞ്ജനോപാഖ്യാനം മുതലായിരിക്കുന്ന കഥകൾ. പിന്നെ അങ്ങനെ ഏകദേശം നമ്മൾ 4ാമത്തെ സ്കന്ധത്തിലുള്ള ആ കഥകളൊക്കെ ഒന്ന് അനുസ്മരിച്ചു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പഞ്ചമസ്കന്ധമാണ് വായിച്ചത്. പണ്ട് ഏതൊരു മഹാത്മാവ് പറഞ്ഞു, പഞ്ചമസ്കന്ധം പഞ്ചാരപായസം പോലെയാണ്. നമുക്ക് നല്ല വിശപ്പുണ്ടാവുക അല്ലേ? ആ സമയത്ത് ധാരാളം നല്ല പഞ്ചാരപ്പായസം നമുക്ക് തന്നാൽ നല്ല വിശപ്പുമുണ്ട്. പിന്നെ നമുക്ക് അങ്ങനത്തെ അസുഖങ്ങളൊന്നുമില്ല, മധുരത്തിൻ്റെ അസുഖങ്ങളൊന്നും ഇല്ലാത്തൊരാളാണെങ്കിൽ നല്ല പഞ്ചസാര പായസം കിട്ടിയാൽ സുഖമായിട്ട് കഴിച്ചൂടെ. അപ്പോൾ ഭാഗവതത്തിലെ പഞ്ചമസ്കന്ധം അതിമനോഹരമാണ്. ധാരാളം ഗദ്യമുള്ള ഒരു കവിതയാണ് ഏത്? പഞ്ചമസ്കന്ധം. അതിലനേകം ഭക്തന്മാരുടെ കഥ പറയുന്നു. ആദ്യം തന്നെ ഈ രാജാവ് ചോദിക്കുന്നത്, പ്രിയവ്രതോ ഭാഗവത ആത്മാരാമകഥം മുനേ. നമ്മൾ നേരത്തെ ദേവഹൂതിയുടെയും മറ്റും കഥ പറയുമ്പോൾ ഉത്താനന്ദപാദൻ്റെ കഥ പറഞ്ഞു, പ്രിയവ്രതൻ്റെ കഥ പറഞ്ഞിട്ടില്ല. ആ പ്രിയവ്രതൻ്റെ കഥ ഇവിടെ പറയുകയാണ്. രാജാവ് ചോദിക്കുന്നു, ആത്മാരാമനായിരുന്നു പ്രിയവ്രതൻ. ആ പ്രിയവ്രതൻ എങ്ങനെയാണ് വീട്ടിൽ താമസിച്ചത്? ആത്മാരാമന്മാർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, കുടുംബമായിട്ട് താമസിക്കാൻ പ്രയാസമായിരിക്കും.
അപ്പോൾ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, ബാഠമുക്തം, അങ്ങ് പറഞ്ഞത് ശരിയാണ്. ആത്മാരാമന്മാർക്ക് സ്വതവേ വീടിനോടോ ഭാര്യയോടോ ഒന്നും താല്പര്യം ഉണ്ടാവില്ല. അദ്ദേഹം ചെറുപ്പത്തിൽ തന്നെ തപസ്സൊക്കെ ചെയ്യാൻ പോയി. തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബ്രഹ്മാവ് വന്നിട്ട് പറഞ്ഞു, അങ്ങേക്ക് കുടുംബത്തിലിരുന്നാൽ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇദ്ദേഹത്തിനൊരു ചെറിയൊരു ഭയം ഉണ്ടായിരുന്നു, കുടുംബത്തിലിരുന്നാൽ ബുദ്ധിമുട്ടോ. ബ്രഹ്മാവ് പറഞ്ഞു, അങ്ങനെ പ്രയാസമൊന്നും വരില്ല, അങ്ങ് ഇന്ദ്രിയങ്ങളൊക്കെ ജയിക്കാനും കഴിയും. അങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ച് തപസ്സൊക്കെ നിർത്തി പ്രിയവ്രതൻ നാട്ടിൽ വന്ന് 2 വിവാഹം കഴിച്ചു എന്നാണ് കഥ. അതിൽ അദ്ദേഹത്തിന് ധാരാളം പുത്രന്മാരൊക്കെ ഉണ്ടായി. അദ്ദേഹം പല പല അത്ഭുത കർമ്മങ്ങളും ചെയ്ത ഒരു മഹാപുരുഷനായിരുന്നു. ആര്? ഒരു മഹാത്മാവായിരുന്നു. ആര്? മനസ്സിലായില്ല. പ്രിയവ്രതൻ അല്ലേ? പ്രിയവ്രതൻ്റെ കഥയാണ് ഇപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞത്. അദ്ദേഹം ചെയ്ത കർമ്മങ്ങളൊന്നും ശരിക്കും ലോകത്തിന് ആർക്കും ചെയ്യാൻ കഴിയില്ല. അത്രയും മഹത്തായ കർമ്മങ്ങളാണ് ഈ പ്രിയവ്രതൻ ചെയ്തത്. അപ്പം അങ്ങനെ ഭഗവാനെ സേവിച്ചുകൊണ്ട് ജീവിതം ധന്യമാക്കിയ ആത്മാരാമനായ പ്രിയവ്രതൻ്റെ കഥയാണ് പഞ്ചമസ്കന്ധത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചത്. 2-ാമത്തെ അധ്യായത്തിൽ അദ്ദേഹത്തിൻ്റെ പുത്രനായ ആഗ്നീധ്രൻ എന്നൊരാളുടെ കഥ പറയുകയാണ്. കുറേ കാലം അദ്ദേഹം ഭഗവാനെ തപസ് ചെയ്തു. നല്ല ഒരു സ്ത്രീയെ ഭാര്യയായിട്ട് കിട്ടണം എന്നായിരുന്നു ആഗ്നീധ്രൻ്റെ വിചാരം. അപ്പോൾ ഭഗവാൻ തന്നെ എന്ത് ചെയ്തു? ഒരു അപ്സര സ്ത്രീയെ അദ്ദേഹത്തിന് മുന്നിലേക്ക് പറഞ്ഞയച്ചു. അവൾ നന്നായിട്ട് നൃത്തമൊക്കെ ചെയ്തു. അവളുടെ നൃത്തവും പാട്ടും ഒക്കെ ആസ്വദിച്ച അദ്ദേഹം ഒരു ഋഷികുമാരനോട്, മുനികുമാരനോട് സംവദിക്കുന്നത് പോലെ അവളോട് ചില ചോദ്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ കേട്ട സമയത്ത് അദ്ദേഹത്തിന് മനസ്സിലായി, ഇത് ഭഗവാൻ തന്നെ കൊടുത്തയച്ചതാണ്, എൻ്റെ ഭാര്യയാവാൻ പോകുന്നയാളാണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെയാണ് ആ അപ്സര സ്ത്രീയെ അദ്ദേഹം വിവാഹം ചെയ്ത് എത്രയോ കാലം സുഖമായിട്ട് ജീവിച്ചു. അവസാനം അഗ്നീധ്രനും നല്ല ഭക്തിമാർഗത്തിൽ സഞ്ചരിച്ച് ഭഗവാന്റെ ലോകത്തിൽ എത്തിച്ചേർന്നു എന്നാണ് കഥ. 3-ാമത്തെ അധ്യായത്തിൽ പിന്നീട് നാഭിയുടെ കഥയാണ്. ഈ അഗ്നീധരൻ്റെ പുത്രനായിരുന്നു നാഭി. എല്ലാ കഥകളും കേട്ടോളൂ. നാഭിയുടെ പത്നിയുടെ പേര് മേരുദേവി എന്നാണ്. അങ്ങനെ അവർക്ക് കുട്ടികളില്ലായിരുന്നു. അവരെന്ത് ചെയ്തു? ഈ പുരാണങ്ങളിലൊക്കെ എങ്ങനെയാണ് പറയുക, എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും അവർ ആ പ്രശ്നം ആരുടെ മുന്നിൽ അവതരിപ്പിക്കും? ഭഗവാന്റെ മുന്നിൽ അവതരിപ്പിക്കും. ഭഗവാൻ അവർക്ക് ആ പ്രശ്നം പരിഹരിച്ചു കൊടുക്കും. കുട്ടികളില്ലാത്തവർ ഇങ്ങനെ ഭഗവാനെ തപസ് ചെയ്തു, യാഗം ചെയ്തു. യാഗശാലയിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഋത്വിക്കുകൾ പറഞ്ഞു, ഭഗവാനെ പോലെ ഒരു പുത്രൻ ഉണ്ടാവണമെന്നാണ് ഈ രാജാവിൻ്റെ ആഗ്രഹം. അങ്ങനെയാണ് ഭഗവാൻ അവരുടെ പുത്രനായി, നാഭിയുടെയും മേരുദേവിയുടെയും പുത്രനായി ഋഷഭൻ എന്നുള്ള പേരിൽ ഭഗവാൻ അവതരിച്ചു. ആ ഋഷഭൻ്റെ കഥയാണ് പിന്നെ 4, 5, 6 മുതലായ അധ്യായങ്ങളിലൊക്കെ വർണ്ണിക്കുന്നത്. ഭാഗവതത്തിലെ ഗംഭീരമായ ഒരു പ്രകരണമാണ്, ഒരു കഥയാണ് ഋഷഭൻ്റെ കഥ. ഈ ഋഷഭൻ കുറേ കാലം നമ്മുടെ രാജ്യം ഭരിച്ചിരുന്നു. പിന്നെ അദ്ദേഹം വിവാഹം കഴിച്ചു. ജയന്തി എന്ന് പറയുന്നൊരു സ്ത്രീയെ വിവാഹം ചെയ്തു. അതിൽ ഋഷഭന് 100 പുത്രന്മാരുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ആ 100 പുത്രന്മാരിൽ ജ്യേഷ്ഠപുത്രൻ്റെ പേര് ഭരതൻ എന്നായിരുന്നു. പിന്നെ അതിലൊരു 9 പേര് യോഗികളായിട്ട്, അവരുടെ പേരൊക്കെ ഇവിടെ പറയുന്നുണ്ട്. കവി, ഹരി, അന്തരീക്ഷൻ, പ്രബുദ്ധൻ, പിപ്പലായനൻ, ആവിർഹോത്രൻ, ദ്രുമിളൻ, ചമസൻ, കരഭാജനൻ. ഈ നവയോഗികൾ ഒരിക്കൽ ചെയ്യുന്നൊരു ഉപദേശം, അല്ലയോ രാജാവെ, ഞാൻ പിന്നീട് അങ്ങയ്ക്ക് കേൾപ്പിച്ചു തരാം എന്നാര് പറഞ്ഞു? ശ്രീ ശിവബ്രഹ്മർഷി പറഞ്ഞു. മറന്നുപോവാതെ ശ്രീ ശിവബ്രഹ്മർഷി പിന്നീട് ഈ നവയോഗികൾ പറയുന്ന ഉപദേശം വളരെ വിസ്തരിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഭരതൻ്റെ സഹോദരന്മാരായിരുന്നു ഈ നവയോഗികൾ 9 പേര്. അങ്ങനെ ഈ ഋഷഭൻ കുറേ കാലം രാജ്യഭാരമൊക്കെ ചെയ്തിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? വളരെ നല്ല രീതിയിൽ ലോകം മുഴുവനും അറിയപ്പെട്ട ഒരു മഹാത്മാവായിരുന്നു ഋഷഭൻ. പിന്നീട് ആ ഋഷഭൻ ചില സമയത്തൊക്കെ തൻ്റെ പുത്രന്മാർക്ക് എന്ത് ചെയ്യും? പലതരത്തിലുള്ള ധർമ്മോപദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. ആ ധർമ്മോപദേശമാണ് 5-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിച്ചു. അപ്പോൾ 5 എന്നാണ് ഞങ്ങളൊക്കെ പറയാം. 5-ാമത്തെ സ്കന്ധത്തിലെ 5-ാമത്തെ അധ്യായം മുഴുവൻ എന്താണ്? ഋഷഭൻ ചെയ്യുന്ന ഉപദേശങ്ങളാണ്. അനേകം ശ്ലോകങ്ങളുണ്ട്. അതുപോലെ അതിമനോഹരമായ ശ്ലോകങ്ങളുണ്ട്. ആ ശ്ലോകങ്ങളിലൊക്കെ എന്താ ഋഷഭൻ പറയുന്നത് നമുക്കൊന്ന് ചെറുതായിട്ട് അനുസ്മരിക്കാം. അവിടെ ഋഷഭൻ തൻ്റെ കുട്ടികളോട് പറയുകയാണ്, അധ്യാത്മയോഗേന വിവിക്ത സേവയ പ്രാണേന്ദ്രിയാത്മാഭിജയേന സദൃക് സശ്രദ്ധയ ബ്രഹ്മചര്യേണ ശശ്വത് അസംപ്രമാദേന യമേന വാചാം. അധ്യാത്മയോഗം അനുഷ്ഠിക്കണം. ഏകാന്തമായ സ്ഥലത്തൊക്കെ നിങ്ങൾ കുറേശ്ശെ ചെയ്യുന്നുള്ള വിചാരത്തിലാണ് പറയണത്. വെറുതെ ഇങ്ങനെ ഇരുന്ന് കേട്ടാൽ പോരാ, ഭാഗവതം കേൾക്കാനുള്ളതല്ല,
കേട്ട് കഴിഞ്ഞ് അതുപോലെ കുറേശ്ശെ നമ്മുടെ ജീവിതത്തിൽ പരിശീലിക്കാനുള്ളതാണ്. വെറുതെ കേട്ടാൽ പോരാ. അധ്യാത്മയോഗമൊക്കെ ദിവസേന ചെയ്തു നോക്കും. വിവിക്ത സേവയ, ഏകാന്തമായ സ്ഥലത്ത് പോയിരുന്ന് ഭഗവാനെ വിചാരിക്കുക. പ്രാണങ്ങൾ, ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇതിനൊക്കെ ജയിക്കാൻ വേണ്ടി നമ്മൾ തന്നെ പരിശ്രമിക്കുക. വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കുക. ശ്രദ്ധയാണ് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യമുള്ളത്. അധ്യാത്മകാര്യങ്ങളിലൊക്കെ നമുക്ക് അതീവ ശ്രദ്ധ വേണം. ബ്രഹ്മചര്യം ശീലിക്കുക, അസംപ്രമാദമുണ്ടായിരിക്കുക, വാചായീയമേന, അധികം സംസാരിക്കാതിരിക്കുക. സപ്താഹത്തിൽ വന്നാൽ ശ്രോതാക്കൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഗുണം എന്താ? രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഭാഗവതം കേട്ടാൽ അത്രയും നേരം നാവ് ഒന്നും മിണ്ടില്ലല്ലോ, അല്ലേ? അപ്പം ഞാനിങ്ങനെ പറയുന്നു, നിങ്ങൾ കേൾക്കണം. എൻ്റെ നാവ് വെറുതെ ഇരിക്കണില്ല, നിങ്ങളെല്ലാം മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനാണ് വാചാം യമേന, വാക്കുകൾ കഴിയുന്നതും ഉപയോഗിക്കാതിരിക്കുക. പിന്നെ സർവത്ര മദ്ഭാവ വിചക്ഷണേന, ഋഷഭൻ പറയുന്നു എല്ലായിടത്തും ആരെ കാണണം? ഭഗവാനെ കാണണം, അല്ലേ? പ്രപഞ്ചത്തിലുള്ള സകല സ്ഥലത്തും നമുക്ക് ഭഗവത് ഭാവമുണ്ടാവണം. ജ്ഞാനേന, വിജ്ഞാനത്തോടു കൂടിയിരിക്കുന്ന ജ്ഞാനമുണ്ടാവണം. യോഗേന, യോഗം വേണ്ടതുപോലെ ചെയ്യണം. ഇങ്ങനെ ഈ സാധനങ്ങളൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? നമ്മളുടെ ശരീരത്തിൽ ഞാനാണ് എന്നുള്ളൊരു തോന്നൽ എല്ലാവർക്കും ഉണ്ട്. ആ ശരീരത്തിൽ ഞാനാണ് എന്നുള്ള ഒരു തോന്നലിനെ നാം ഒഴിവാക്കണം. കാരണം ഹൃദയഗ്രന്ഥിയാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയട്ടെ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അതോ നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ലേ? നിങ്ങളുടെ മുഖഭാവം കണ്ടിട്ട് ഈ വൈകുന്നേരം ആയതുകൊണ്ടാണോ എന്താണെന്നറിയില്ല. മനസ്സിലാവുന്നുണ്ടല്ലേ? മനസ്സിലാവുന്നുണ്ട്, എന്താ മതി, സമാധാനം. അപ്പോൾ ഹൃദയഗ്രന്ഥിയാണ് പ്രധാന കാരണം എന്ന് പറയും. ഹൃദയഗ്രന്ഥി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹൃദയഗ്രന്ഥി ഉണ്ടാവണത്? ഹൃദയഗ്രന്ഥി ഉണ്ടാവുന്നത് വിവാഹം കഴിച്ചാലാണ്. വിവാഹം കഴിക്കുന്നത് വരെ അതുണ്ടാവില്ല. വിവാഹം കഴിച്ചാൽ എന്തുണ്ടാവും? ഹൃദയഗ്രന്ഥി ഉണ്ടാവും. അപ്പോൾ എന്താ ഈ ഹൃദയഗ്രന്ഥി പറഞ്ഞാൽ? ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു പുരുഷനും ഏതോ ഒരു നാട്ടിൽ കിടക്കുന്ന സ്ത്രീകളാണോ വിവാഹം കഴിക്കുക. വിവാഹം കഴിയുമ്പോൾ രണ്ടാൾക്ക് തോന്നും ഇതെൻ്റെ ആളായി. അയാൾ പിന്നെ പറയാൻ തുടങ്ങും എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ, എൻ്റെ ഭാര്യ, ഇത് എൻ്റെ ഭാര്യയാണ് എന്നൊക്കെ പറയില്ലേ ചില ആൾക്കാർ. അതിൻ്റെ അർത്ഥം എന്താ? അത് വേറെ ആരുടെയും ഭാര്യയല്ല, എൻ്റെ തന്നെ ഭാര്യയാണ്, അല്ലേ? അതുപോലെ എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ് എന്നിങ്ങനെ മനസ്സിലിങ്ങനെ വല്ലാതെ തോന്നുന്നതിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് ഹൃദയഗ്രന്ഥി. അത് വല്ലാത്തൊരു കെട്ടാണ്. അതുകൊണ്ടായിരിക്കാം ഈ കല്യാണത്തിന് ചില നാട്ടിലൊക്കെ കെട്ട് എന്നൊരു പേരുണ്ട്. അതെന്തൊരു കെട്ടല്ലേ! ഏതോ നാട്ടിൽ കിടക്കണ ഒരു സ്ത്രീയും പുരുഷനും അല്ലേ, വിവാഹത്തിന് മുമ്പ് അവരറിയും കൂടിയില്ല, അവർ തമ്മിലൊരു ബന്ധവുമില്ല, അല്ലേ? പക്ഷേ ഈ കെട്ട് കഴിയുന്നതോടുകൂടി എന്തായി? പിന്നെ ആ സ്ത്രീക്ക് തോന്നാണ്, ഈശ്വരാ, ഈ ഭർത്താവില്ലാതെ എനിക്ക് ജീവിക്കാൻ വയ്യ. ഭർത്താവിനൊരു അസുഖം വന്നാൽ ഭാര്യയ്ക്കല്ലേ വിഷമാവുക? നേരെ വെച്ച് കല്യാണത്തിന് മുമ്പാണെങ്കിലോ ഒരു വിഷമമില്ല. അപ്പം എൻ്റെ എന്നുള്ള ആ ഒരു ചിന്തയാണ്. അപ്പോൾ ഭർത്താവ് മരിച്ചാലോ? ഭർത്താവ് മരിച്ചാൽ പിന്നെ ആ ഭാര്യയ്ക്ക് വലിയ സങ്കടമാവും, അല്ലേ? വാസ്തവത്തിൽ ഇങ്ങനെ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് ഭഗവാൻ പറയുന്നത്, ഇതാണ് കർമാശയം ഹൃദയഗ്രന്ഥിബന്ധം അവിദ്യയാസാരിതം അപ്രമത്ത. അവിദ്യ കൊണ്ടാണ് നമുക്ക് ഇതൊക്കെ തോന്നുന്നത്. വാസ്തവത്തിൽ നമുക്കിങ്ങനെ മമത തോന്നേണ്ട ഒരാവശ്യവും ഇല്ല. ഈ ലോകത്തിൽ ദുഃഖിക്കുവാനുള്ള ഒരു കാരണവും വാസ്തവത്തിലില്ല. പിന്നെ എന്തിനാ വെറുതെ ദുഃഖിക്കണതല്ലേ? അതുകൊണ്ട് നിങ്ങളാരും ഇനി ദുഃഖിക്കരുത് കേട്ടോ. എന്താ അങ്ങനെ വിളിച്ചിരിക്കണത്? ഞാൻ നിങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. ആൾക്കാരിങ്ങനെ എപ്പോഴാ തിരുമേനിയെ നിർത്തുക? സന്ധ്യ ആവാറായാലും ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടി പറഞ്ഞാൽ നിർത്തും. ഞാൻ അധികം നീട്ടി പറയണ ആളൊന്നുമല്ല. അതുകൊണ്ടെങ്കിലും ഇന്ന് വായിച്ച കഥകളൊക്കെ ഒന്ന് ചെറുതായിട്ട് കിടക്കണ്ടേ? അപ്പം ഇത്രയേ പറയാനുള്ളൂ. നിങ്ങളുടെ ജീവിതത്തിൽ എന്തു തന്നെ സംഭവിച്ചാലും വെറുതെ ഇരുന്ന് ദുഃഖിച്ചിരിക്കേണ്ട. വരാനുള്ളതൊക്കെ അങ്ങോട്ട് വരും, പോവാനുള്ളതൊക്കെ അങ്ങോട്ട് പോവും. അതാണ് ജീവിതം. എന്തെങ്കിലും വന്നു എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യേണ്ട? നല്ലത് വന്നു എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വല്ലാതെ ആഹ്ലാദിക്കൊന്നും വേണ്ട. എന്തെങ്കിലും ഇത് പോയി എന്ന് പറഞ്ഞിട്ട് വെറുതെ നിലവിളിക്കും വേണ്ട. എന്തിനാ? നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ നിങ്ങൾക്ക് കിട്ടും. അതെന്താണെങ്കിലും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാനുള്ളതൊക്കെ നിങ്ങൾ എന്ത് കാണിച്ചിട്ടും കാര്യമില്ല, അത് കയ്യിൽ നിന്ന് പോവും. അത് ലോകത്തിൻ്റെ സ്വഭാവമാണ്. വന്നാൽ വന്നോട്ടെ, പോയാൽ പോയിക്കോട്ടെ, അത്രയേ അങ്ങനെ ജീവിക്കണം. വന്നാലും നമുക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല, പോയാലും നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ജീവിക്കാൻ കഴിയണ്ടേ? അങ്ങനെ ജീവിക്കാൻ കഴിയണം. അതാണ് ശരിയായ ജീവിതം.
അങ്ങനെ ഈ ഉപദേശങ്ങളുമൊക്കെ തൻ്റെ പുത്രന്മാർക്ക് കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെല്ലായിടത്തും ആരെ കാണണം? ഭഗവാനെ കാണണം എന്ന് പറയുകയാണ്. പിന്നെ അദ്ദേഹം തൻ്റെ പുത്രന്മാരെ രാജ്യഭാരമൊക്കെ ഏൽപ്പിച്ച് ഋഷഭൻ പിന്നീട് ഒരു വലിയ യോഗിയായിട്ട് ജീവിക്കുകയാണ്. ആ യോഗിയുടെ ജീവിതം കുറേ ശ്ലോകങ്ങളിൽ ഭാഗവതത്തിൽ വർണ്ണിക്കുന്നുണ്ട്. നമ്മുടെ ഭാരതത്തിൽ പല പല ഭാഗത്തിലും അങ്ങനെ സഞ്ചരിച്ചിരുന്നു ആര്? ഈ ഋഷഭൻ. അങ്ങനെയുള്ള യോഗികളൊന്നും ഒരുപക്ഷെ നമുക്കൊന്നും കാണാൻ പറ്റില്ല അല്ലേ? അത്രയും ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ആരെ കാണാൻ പറ്റുള്ളൂ? ഒരു യോഗിയെ കാണാൻ പറ്റുള്ളൂ. ഭാരതത്തിൽ ധാരാളം യോഗിശ്രേഷ്ഠന്മാർ ഇപ്പോഴും ഉണ്ട്. പക്ഷേ സാധാരണ മനുഷ്യരുടെ മുന്നിലേക്കൊന്നും അവരങ്ങനെ വരില്ല. അവർക്ക് ഈ നമ്മുടെ ഈ പബ്ലിസിറ്റിയോ പണമോ ഒന്നും ആവശ്യമില്ല. അപ്പം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യോഗിയായിരുന്നു ഭരതൻ. അവസാനം ഒരു കാട്ടുതീയിൽപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിൻ്റെ ശരീരം കത്തിപ്പോകുന്നത്. അങ്ങനെ ആ ഋഷഭൻ്റെ കഥയൊക്കെ പറഞ്ഞ് ആ ഋഷഭൻ്റെ മൂത്ത പുത്രനായിരുന്നു ഭരതൻ. അങ്ങനെ 7ാമത്തെ അധ്യായം മുതൽ നമ്മളിപ്പോൾ വായിച്ച അവസാനത്തെ ഈ അധ്യായം വരെ, നമ്മളിപ്പോൾ അവസാനം വായിച്ചത് ഈ 15ാമത്തെ അധ്യായമാണ് അല്ലേ? നമ്മളിന്ന് അവസാനം വായിച്ചത് 15ാമത്തെ അധ്യായം. അപ്പോൾ 7ാമത്തെ അധ്യായം മുതൽ 15ാമത്തെ അധ്യായം വരെ 7ഉം 8ഉം 15, അപ്പോൾ 9 അധ്യായങ്ങൾ. ഈ 9 അധ്യായങ്ങളിലായിട്ട് വിസ്തരിച്ച് പറയുകയാണ് ആരുടെ കഥ? ഭരതൻ എന്ന് പറയുന്ന ഒരു മഹാത്മാവിൻ്റെ കഥ. അപ്പോൾ ആ കഥയും കൂടി കേട്ടോ. ഭരതസ്തു മഹാഭാഗവതഃ. ശ്രീ ശുകബ്രഹ്മർഷി ആ ഭരതൻ്റെ കഥ പറയുമ്പോൾ തന്നെ തുടങ്ങിയത് മഹാഭാഗവതഃ. ഭരതൻ ആരായിരുന്നു? ഭാഗവതൻ എന്നല്ല പറഞ്ഞത്, മഹാഭാഗവതനായിരുന്നു, നല്ല ഭക്തനായിരുന്നു എന്നർത്ഥം. അങ്ങനെ ഭഗവാൻ തന്നെയാണ് ഈ ഭരതനെ രാജ്യപരിപാലനം ഏൽപ്പിച്ചത്. ഋഷഭനാണല്ലോ ഏൽപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? നല്ല പോലെ രാജ്യഭാരമൊക്കെ ചെയ്തു. പഞ്ചജനി എന്നു പേരായ ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്തത്. ആ പേരൊക്കെ ഓർത്തിരിക്കണേ. വിശ്വരൂപദുഹിതരം, വിശ്വരൂപൻ്റെ പുത്രിയായ പഞ്ചജനി എന്ന് പറയുന്ന സ്ത്രീയെയാണ് ഭരതൻ വിവാഹം ചെയ്തത്. അതിൽ അദ്ദേഹത്തിന് കുട്ടികളൊക്കെ ഉണ്ടായി. സുമതി, രാഷ്ട്രഭൃത്ത്, സുദർശനൻ, ആവരണൻ, ധൂമ്രകേതു എന്നൊക്കെയായിരുന്നു ഭരതൻ്റെ കുട്ടികളുടെ പേരുകൾ. ബഹുവിത്തായിരുന്നു, ധാരാളം അറിവുണ്ടായിരുന്നു അവർക്ക്. ഈ മഹീപതിയായ ഈ ഭരതൻ വളരെ നല്ല രീതിയിൽ അദ്ദേഹം പ്രജാക്ഷേമ തൽപരനായിട്ടാണ് രാജ്യം ഭരിച്ചത്. കാലം കുറേ കഴിഞ്ഞ് അദ്ദേഹം എന്ത് ചെയ്തു? ആ രാജ്യഭാരമൊക്കെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ച് കാട്ടിലേക്ക് പോവുകയാണ്. ഈ ഭരതൻ കുറേ കാലം ഭരിച്ചതുകൊണ്ടാണ് നമ്മുടെ നാടിന് എന്ത് പേരുണ്ടായത്? ഭാരതം എന്ന് പേരുണ്ടായത്. ആ കാര്യം എല്ലാവരും ഓർത്തിരിക്കണം, അതെല്ലാവരോടും പറയണം. ഭാരതം എന്നല്ലാതെ അതിന് 2 അക്ഷരമുള്ള മറ്റൊരു പേര് പറയാറുണ്ട്. അത് അങ്ങനെ ഉപയോഗിക്കേണ്ട എന്നാണ് എൻ്റെ ഒന്നും അഭിപ്രായം. എൻ്റേതല്ല, അറിവുള്ളവരൊക്കെ പറയുന്നത് ഭാരതം എന്ന് തന്നെ നാം പറയണം എന്നാണ്. കാരണം ഭരതൻ ഭരിച്ചതുകൊണ്ടാണ് നമ്മുടെ നാടിന് ഭാരതം എന്ന പേര് കിട്ടിയത്. ഇത്രയും നല്ല ഒരു ചക്രവർത്തി പിന്നീട് ഭാരതത്തിൽ ഉണ്ടായിട്ടേയില്ല. ഇത്ര നല്ലൊരു ഭരണാധിപൻ പിന്നീട് ഉണ്ടായിട്ടേയില്ല. അത്ര നല്ല ഭരണാധിപനായി. അതുകൊണ്ട് നമ്മുടെ നാടിൻ്റെ പേര് എപ്പോഴും നമ്മൾ എന്ത് പറയണം? ഭാരതം, ഭാരതം എന്ന് തന്നെ പറയണം. അപ്പോൾ നമുക്ക് ആ ഭരതനെ ഓർമ്മിക്കാൻ കഴിയും. ഈ ഭഗവാനെ ഓർമ്മിക്കുന്നത് തുല്യമാണ് ഭക്തനെ ഓർമ്മിക്കുന്നത് എന്ന് പറയും. അപ്പം നമ്മളൊക്കെ എപ്പോഴും ഭാരതം പലപ്പോഴും നമുക്ക് പറയേണ്ടി വരും. ഭാരതം ഭാരതം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരെ ഓർമ്മിക്കും? ഈ ഭരതൻ എന്ന മഹാത്മാവിനെ ഓർമ്മിക്കും. ഭരതനെ ഓർമ്മിച്ചാൽ സാക്ഷാൽ ഭഗവാനെ ഓർമ്മിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ നമ്മുടെ ജീവിതം തന്നെ ധന്യമായി തീരും. എഴുതുമ്പോഴൊക്കെ എന്തെഴുതണം? ഭാരതം എന്ന് തന്നെയാണ് എഴുതേണ്ടത്. അപ്പം അങ്ങനെ അതുകൊണ്ട് ഭാഗവതത്തിൽ പ്രത്യേകിച്ച് പറയുന്നുണ്ട്. കുട്ടികൾക്കൊക്കെ നമ്മൾ ഈ കഥ പറഞ്ഞു കൊടുക്കണം. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ ഒരു 25 വയസ്സിൻ്റെ താഴെയുള്ള മിക്കവാറും കുട്ടികൾക്ക് എന്തറിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 90% കേരളത്തിലെ കുട്ടികൾക്കും ഈ ഭരതൻ്റെ കഥ അറിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു 10% കുട്ടികൾക്കൊക്കെ അറിയായിരിക്കും. എന്തൊരു കഷ്ടമാണ് നമ്മുടെ നാടിൻ്റെ കാര്യമല്ലേ? ഭരതൻ്റെ കഥ അറിയാതെയാണ് കുട്ടികൾ വളരുന്നത്. പിന്നെ കുട്ടികൾ എന്ത് പഠിച്ചിട്ട് എന്താ അവർക്ക് കിട്ടാൻ പോണത്? ഒന്നും കിട്ടാൻ പോണില്ല. അവിടെ എല്ലാ അമ്മമാരും എല്ലാ അച്ഛന്മാരും പ്രായമുള്ളവരും ഒക്കെ എന്ത് ചെയ്യുക? ഭരതൻ്റെ കഥ എല്ലാ കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കണം. അവരത് അറിഞ്ഞിരിക്കണം. അത്ര മനോഹരമാണ് ആ കഥ. അപ്പം ഞാനൊന്ന് ചെറുതായിട്ട് പറയാം. അങ്ങനെ ഭരതൻ രാജ്യഭാരമൊക്കെ ചെയ്തു. പിന്നെ കാട്ടിൽ പോവുകയാണ്. കാട്ടിൽ ഭരതൻ അങ്ങനെ ജീവിക്കുന്ന കാലത്ത് നല്ലതുപോലെ ഭക്തിയോടെ എന്ത് ചെയ്തു? ഭഗവാനെ ഭജിച്ചു. ഭഗവാന്റെ പൂജകളൊക്കെ ചെയ്തു. ഭരതൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരാറുണ്ട് പൂജ കഴിക്കുമ്പോൾ.
അതുപോലെ തന്നെ ഉത്കണ്ഠ്യപ്രവൃത്ത പ്രണയ എന്നൊക്കെ പറയുന്നുണ്ട്. നല്ല ഉത്കണ്ഠയുണ്ടായിരുന്നു. അതുപോലെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് അദ്ദേഹത്തിന് പൂജ കഴിക്കുമ്പം കണ്ണുനീര് വരുമായിരുന്നു. അങ്ങനെ ഭഗവാനെ പൂജിച്ച ആളാണ്. ഒരിക്കൽ അദ്ദേഹത്തിന് കാട്ടിൽ വെച്ചിട്ടൊരു മാനിനെ കിട്ടി. മാനിനെ കിട്ടിയപ്പോൾ അങ്ങനെ എതിർച്ചയാ കിട്ടിയതാണ്. മാനിനെ കിട്ടിയപ്പോൾ ഭരതൻ വെറുതെ തൻ്റെ ശ്രദ്ധ മുഴുവൻ എങ്ങോട്ട് തിരിച്ചു? പൂജയിലുള്ള ശ്രദ്ധ മുഴുവനും ഈ മാൻകുട്ടിയിലേക്കായി. അങ്ങനെ ഭരതൻ മാനിനെ കളിപ്പിച്ച് ഭാഗവതത്തിലൊരധ്യായം മുഴുവനും ഈ ഭരതൻ മാനിനെ കളിപ്പിക്കുന്നതാണ് വർണ്ണിക്കുന്നത്. അതെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, വലിയൊരധ്യായം മുഴുവനും എങ്ങനെയാണ് ഈ മാനിനെ ഭരതൻ വളർത്തിയത് എന്ന് പറയുകയാണ്. മാനിനെ കളിപ്പിക്കാനല്ലല്ലോ കാട്ടിൽ വന്നത്, ആണോ? കാട്ടിൽ വന്നത് ഭഗവാനെ സേവിക്കാനല്ലേ. ഭഗവാനെ മറന്നു, അതിന് പകരം എന്ത് ചെയ്തു? മാനിനെ പൂജിച്ചു. അപ്പോൾ എന്തായി? മാനിനെ വിചാരിച്ചു മരിച്ചു. അടുത്ത ജന്മത്തിൽ ഒരു മാനായിട്ട് ജനിച്ചു. അപ്പോൾ ആ മാൻ വിചാരിച്ചു ഇനി ഏതായാലും കഴിഞ്ഞ ജന്മത്തിലെ അബദ്ധം ആവർത്തിക്കേണ്ട എന്ന് കരുതി ഈ മാൻ ആരോടും കൂട്ടുകൂടാതെ സഞ്ചരിച്ചു. ഒരു ജലാശയത്തിൽ വീണ് മരിക്കുകയാണ്. ആ ജലാശയത്തിൽ വീഴുമ്പോൾ നാരായണായ ഹരയേ നമ ഇത്യുദാരം ഭാസ്യൻ മൃഗത്വമപിയ സമുദായഹാര. ഭഗവാന്റെ തിരുനാമങ്ങൾ ജപിച്ചുകൊണ്ടാണ് ആ മാന് ജലാശയത്തിലേക്ക് വീണത്. അതുകൊണ്ട് അടുത്ത ജന്മത്തിൽ നല്ല ഒരു ബ്രാഹ്മണൻ്റെ പുത്രനായിട്ട് ജനിച്ചു. ഈ മൂന്നാമത്തെ ജന്മത്തിലെ കഥയാണ് പറയുന്നത്. ഈ മൂന്നാമത്തെ ജന്മത്തിൽ ഭരതൻ ആരോടും മിണ്ടണ്ടെന്ന് കരുതിയത്. ചെറിയ കുട്ടിയാണ്, ഒന്നും മിണ്ടില്ല. ഗായത്രി ഒന്നും പഠിച്ചില്ല. ഗായത്രി പഠിച്ചാൽ പിന്നെ ജപിക്കണ്ടേ? ഗായത്രി പഠിച്ചാൽ എന്താണോ കിട്ടേണ്ടത് അതൊക്കെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആർക്ക് കിട്ടിക്കഴിഞ്ഞു? ഭരതന് കിട്ടിക്കഴിഞ്ഞു. അതുകൊണ്ടാണ് അദ്ദേഹം ഗായത്രി ജപിക്കാതെയത്. അച്ഛൻ വിചാരിച്ചത് മിണ്ടാത്ത കുട്ടിയാണ്, നാട്ടുകാരും വിചാരിച്ചു. മിണ്ടാത്ത കുട്ടിയൊന്നല്ല, മിണ്ടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ശരിയായ ബ്രഹ്മസാക്ഷാത്കാരം ജനിക്കുമ്പോൾ തന്നെ നേടിയ കുട്ടിയായിരുന്നു ഈ ഭരതൻ. ജഡഭരതൻ എന്നാണ് ആൾക്കാർ പറയുക. അങ്ങനെ ആ കുട്ടി നാട്ടുകാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കും, കൃഷിപ്പണിയൊക്കെ ചെയ്യും, ആരോടൊന്നും മിണ്ടില്ല. അങ്ങനെ വളർന്ന് വലുതായി. അങ്ങനെ ഇരിക്കും ഒരു ഭദ്രകാളി ക്ഷേത്രത്തിൽ ഒരു നരബലി കൊടുക്കേണ്ട ഒരു ആവശ്യം വന്നു. നരബലിക്ക് വേണ്ടി ഒരാളെ പിടിച്ചു കൊണ്ടുവന്നു. അയാൾ എങ്ങനെയോ ചാടിപ്പോയി. പകരൊരാളെ കിട്ടണ്ടേ? ഈ രാജാവിൻ്റെ ഭടന്മാർ ആരെ പിടിച്ചുകൊണ്ടുപോയി? ഈ ഭരതനെ പിടിച്ചു കൊണ്ടുപോയി. അങ്ങനെ ഭദ്രകാളി ക്ഷേത്രത്തിൽ വെട്ടിക്കൊല്ലാൻ വേണ്ടി കൊണ്ടുപോയതാണ്. അവിടെ ശ്രീകോവിലൊക്കെ അടച്ച് പൂജ നടക്കുകയാണ്. ആ പൂജ നടക്കുന്ന സമയത്ത് ഈ ഭരതനെ ശ്രീകോവിലിൻ്റെ മുന്നിലുള്ള വലിയൊരു കരിങ്കല്ലിൻ്റെ മുകളിൽ അവിടെ കടത്തി. അവിടെ കുറേ ദുഷ്ടന്മാരായ വെളിച്ചപ്പാടന്മാരുണ്ട്. വെളിച്ചപ്പാട് എന്ന് കേട്ടിട്ടില്ലേ? നല്ല വെളിച്ചപ്പാടന്മാരല്ല, മുഴുവനും ദുഷ്ടന്മാരായിരുന്നു. വരുന്ന സമയത്ത് മൂക്കറ്റം മദ്യമൊക്കെ സേവിച്ചിട്ടാണ് അവർ വന്നത്. അമ്പലത്തിൽ വരാൻ പാടില്ലാത്ത രീതിയിൽ വന്നിട്ടാണ് ഒരു വാളെടുത്തിട്ട് ഈ മഹാഭാഗവതനായ ഭരതനെ ശ്രീകോവിലിൻ്റെ മുന്നിൽ കിടത്തി. ഇവരവിടുന്ന് വെട്ടിക്കൊല്ലാൻ നോക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്ന് ശ്രീകോവിൽ തുറന്നു. ശ്രീകോവിൽ കൊണ്ട് തുറന്ന സമയത്ത് ഭദ്രകാളിയുടെ ക്ഷേത്രമായിരുന്നു. ഭദ്രകാളിക്ക് ചൂട് കൊണ്ട് അകത്തിരിക്കാൻ പറ്റിയില്ല. അതെങ്ങനെ ചൂടുണ്ടായത്? ശ്രീകോവിൽ തുറന്നപ്പോൾ ആ നേരെ മുന്നിൽ കടത്തിയ ആ ഭരതൻ്റെ ഉള്ളിലുള്ള ആ അഗ്നി അതൊന്നായിട്ട് ശ്രീകോവിലിനുള്ളിലേക്ക് കയറും. അതങ്ങനെ ശരിക്കും കയറും. അങ്ങനെ കയറിയപ്പോൾ ഭദ്രകാളിക്ക് ചുട്ടുപൊള്ളിയിട്ടിരിക്കാൻ പറ്റിയില്ല. അപ്പം ദന്തഹ്യമാനേന പപുഷ, ഭദ്രകാളിയുടെ ശരീരമൊക്കെ അങ്ങനെ ദഹിക്കാൻ തുടങ്ങിയത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മതേജസ് കൊണ്ട്. അങ്ങനെ ആ ബ്രഹ്മതേജസ് കൊണ്ട് ദഹിക്കുന്ന ശരീരത്തോടുകൂടി ഭദ്രകാളി അലറി വിളിച്ച് അട്ടഹാസം തേജ ശ്രീകോവിലിൽ നിന്ന് ഉഗ്രമായ രൂപവുമെടുത്താണ് പുറത്തേക്ക് വന്നത്. ആ കാളി ആ ക്ഷേത്രത്തിലുണ്ടായിരുന്ന എല്ലാ ദുഷ്ടന്മാരെയും വെട്ടിക്കൊന്നു. അവരുടെ തലകളെ കൊണ്ട് കാലുകൊണ്ട് പന്തൊക്കെ തട്ടിക്കളിച്ചു, അവരുടെ ചോരയൊക്കെ കുടിച്ചു, ഘോരമായ അട്ടഹാസം ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ആ ദേവി ആ ശ്രീകോവിലിൽ ആ ശിലയിലേക്ക് കയറിയിരുന്നത്. ഈ ബഹളമൊക്കെ കഴിഞ്ഞപ്പോൾ ഭരതനെ അവിടെ അങ്ങനെ കല്ലിൻ്റെ മുകളിൽ കടത്തിയിരിക്കും. ഭരതൻ രക്ഷപ്പെട്ടു അല്ലേ? ഒരിത്തിരി പോലും ഭരതൻ എന്ത് ചെയ്തില്ല? ഭയപ്പെട്ടിട്ടില്ല. അതാണ് ഉപനിഷത്ത് പറയും, ഭയമില്ലാത്തവർക്കേ ആത്മാവിനെ കിട്ടുകയുള്ളൂ. ഭയമുള്ളവന് ഒരിക്കലും ആത്മജ്ഞാനം ഉണ്ടാവില്ല. അപ്പം നമുക്കുണ്ടാവേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം എന്താണ്? നിർഭയത്വമാണ് ഉണ്ടാവേണ്ടത്. ആ നിർഭയത്വം ജീവിതത്തിൽ ഉടനീളം ഉണ്ടായിരുന്ന ഒരു മഹാത്മാവായിരുന്നു ഭരതൻ. വെട്ടിക്കൊല്ലാൻ പുറപ്പെട്ട സമയത്ത് പോലും പേടിക്കാതിരിക്കുക എന്ന് പറഞ്ഞാലോ അല്ലേ. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇവിടുന്ന് മെല്ലെ എഴുന്നേറ്റിട്ട് അദ്ദേഹം എവിടേക്കോ നടന്നു പോവുകയാണ്. അങ്ങനെ നടന്നു പോകുമ്പോഴാണ് രഘൂഗണൻ എന്നു പേരായ ഒരു രാജാവിനെ കണ്ടത്.
അദ്ദേഹം കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട്, സംശയങ്ങളുണ്ട്. ആ സംശയം തീർക്കാൻ വേണ്ടി ഒരു പല്ലക്കിൽ പോകുന്ന സമയത്താണ് ആരെ കണ്ടുമുട്ടുന്നത്? ഈ ഭരതനെ കണ്ടുമുട്ടും. നല്ല രസമായിരുന്നു കേട്ടോ കണ്ടുമുട്ടൽ. ആളെ മനസ്സിലായില്ല. പിന്നീടാണ് ആ രഘുഗണന് ഇത് സാക്ഷാൽ ഭരതനാണ് എന്ന് മനസ്സിലായി. അവിടെ വെച്ചിട്ടാണ് ഭരതൻ ഈ രഘുഗണൻ എന്ന രാജാവിന് ആത്മതത്വങ്ങളൊക്കെ അതിമനോഹരമായിട്ട് പറഞ്ഞു കൊടുത്തു. അതാണ് ഭാഗവതത്തിലെ വളരെ പ്രസിദ്ധമായിരിക്കുന്ന ഭരത രഘുഗണ സംവാദം. അത് ഭാഗവതത്തിൽ ഒരു 10ാമത്തെ അധ്യായം തൊട്ട് തുടങ്ങും. 10, 11, 12, 13, 14 ഇതെല്ലാം തന്നെ ഭരത രഘുഗണ സംവാദമാണ്. നിങ്ങളുടെ കയ്യിൽ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനമുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതോ ഈ ടെക്സ്റ്റ് മാത്രമാണുള്ളത്? ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ ഇഷ്ടംപോലെ കിട്ടാനുണ്ട്. മലയാളത്തിലോ സംസ്കൃതത്തിലോ ഹിന്ദിയിലോ നിങ്ങൾക്ക് ഏത് ഭാഷയാണോ അറിയുന്നത് എല്ലാ ഭാഷകളിലും ഈ ഭാഗവതത്തിൻ്റെ വ്യാഖ്യാനങ്ങൾ കിട്ടാനുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഭാഷയിലുള്ള വ്യാഖ്യാനം വാങ്ങുക, വീട്ടിൽ കൊണ്ടുവയ്ക്കുക. ഓരോരോ ശ്ലോകത്തിൻ്റെ വ്യാഖ്യാനം വീട്ടിലിരുന്ന് പഠിക്കുകയാണ് ഏറ്റവും നല്ലത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ പഠിക്കേണ്ട ഒരു ഭാഗമാണ് ഭരത രഘുഗണ സംവാദം. അത് ശരിക്കും ഇരുന്നങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെപ്പറ്റി കാര്യമായ സംശയങ്ങളൊന്നും ഉണ്ടാവില്ല. ആത്മാവിനെ പറ്റി അറിയേണ്ട എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? ആ സംവാദത്തിലുണ്ട്. ശരീരത്തെപ്പറ്റി അറിയേണ്ട കാര്യങ്ങളൊക്കെ എവിടെയുണ്ട്? ആ സംവാദത്തിലുണ്ട്. ശരീരം, ആത്മാവ്, ഈ 2 കാര്യങ്ങളെ പറ്റിയാണ് ഈ സംവാദത്തിൽ പ്രധാനമായ ചർച്ച നടക്കുക. ശരീരത്തിൻ്റെ സ്വഭാവം എന്താ? ശ്രദ്ധിച്ചു കേൾക്കും. ശരീരത്തിൻ്റെ സ്വഭാവം എന്താ? അത് നശിക്കുന്നതാണ്, അല്ലേ? ആത്മാവിൻ്റെ ഒരു സ്വഭാവം എന്താ? ആത്മാവിനൊരു കാലത്തും നാശമില്ല. ഒന്ന് ജഡമാണ്, ശരീരം ജഡമാണ്, അല്ലേ? ആ ജഡമായ ശരീരത്തിൽ എന്ത് വേണ്ട? നമുക്ക് ആസക്തി വേണ്ട എന്നാണ് ഭരതൻ പറയുന്നത്. അപ്പോൾ ആ ശരിയായ ജ്ഞാനം നമുക്കുണ്ടാവണമെങ്കിൽ രഘുഗണനോട് ഭരതൻ പറയുന്നുണ്ട്, രഘുഗണ ഏതത് തപസാ നയാതി. പിന്നെ പറഞ്ഞു, നച്ച ഇജ്ജയ നിർവപണാത് ഗൃഹാദ്വ ന ഛന്ദസ നൈവ ജലാഗ്നിസൂര്യൈ വിനാ മഹൽപാദരജോഭിഷേകം. അതാണ് ഭരതരഘുഗണ സംവാദത്തിലെ മനോഹരമായ ഒരു ശ്ലോകമാണ് ഞാനിപ്പോൾ ചൊല്ലിയത്. എന്താ അതിൻ്റെ അർത്ഥം? ഈ ആത്മജ്ഞാനം നേടാൻ നിങ്ങൾ കുറേ പഠിച്ചതുകൊണ്ട് കാര്യമില്ല, പിന്നെ തപസ് ചെയ്തതുകൊണ്ട് കാര്യമില്ല, യാഗാദികൾ ചെയ്തുകൊണ്ട് കാര്യമില്ല, ഗൃഹസ്ഥിലെ ധർമ്മങ്ങളൊന്നും ചെയ്തുകൊണ്ട് കാര്യമില്ല, വേദം കുറേ പഠിച്ചതുകൊണ്ടും കാര്യമില്ല. ഇതൊക്കെ കാര്യമില്ല എന്നാണ് പറയുന്നത്. ആ ഭാഗവതം അപ്പോഴാണ് നമ്മളെ വല്ലാതെ ചിന്തിപ്പിക്കുകയല്ലേ. നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ കൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആത്മജ്ഞാനം നേടാൻ പറ്റുന്നല്ലേ ഇപ്പോൾ നമ്മൾ ധരിച്ചിരിക്കുന്നതല്ലേ. നമ്മുടെ ധാരണകളൊന്നും ശരിയല്ല എന്ന് ഭാഗവതം ശരിക്കും വായിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് എന്തെല്ലാം ധാരണകളാണല്ലേ. ഈ ധാരണകളെയാണ് തെറ്റായ ധാരണകൾ എന്ന് പറയുന്നത്. ആ തെറ്റായ ധാരണകൾക്കാണ് മോഹം എന്ന് സംസ്കൃതത്തിൽ പറയും. അപ്പം മോഹം എന്ന് പറഞ്ഞാൽ എന്താണ്? തെറ്റായ ധാരണകളാണ്. തെറ്റായ ധാരണകളുടെ സ്ഥാനത്ത് നമ്മൾ എന്ത് വയ്ക്കണം? ശരിയായ ധാരണ വയ്ക്കണം. ഈ ശരിയായ ധാരണ എങ്ങനെയാണ് ഉണ്ടാവുക? അത് വളരെ എളുപ്പമാണെന്ന് ആര് പറയുന്നത്? ഭരതൻ പറയുന്നു, നിങ്ങൾ അതിനു വേണ്ടി തല പുകഞ്ഞ് കുറേ കഷ്ടപ്പെടുന്നും വേണ്ട, ഒരു പുസ്തകവും നിങ്ങൾ വായിക്കേണ്ട, ഒരു ശാസ്ത്രവും നിങ്ങൾ പഠിക്കേണ്ട, സംസ്കൃത ഭാഷയും പഠിക്കേണ്ട. പിന്നെന്താ? അത് വളരെ എളുപ്പമാണ്.